നീ എന്നെ പ്രേമിക്കുന്ന കാര്യം സത്യമാണോ ഇല്ലെന്ന് അറിയാനായിട്ട് നിനക്കൊരു നല്ല ചാൻസ് കിട്ടിയിരിക്കുക. ഇവിടെ നടക്കുന്ന പ്രശ്നത്തിന് അത് നീ പോയി എന്റെ സ്റ്റൈലിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിന്റെ പ്രേമം സത്യം തന്നെയാ. സർ, ഇതൊക്കെ ഒരു കാര്യമാണോ? 2 മിനിറ്റ്സിൽ ഫിനിഷ് ചെയ്യാം. വണ്ടി തിരിച്ചു വെക്കേ. ഈ ബുള്ളറ്റ് ഇപ്പം മുരുകവേലിന്റെ തിരുനെറ്റിയില്ല. എന്താ ചെയ്യണം? ഒരു തെണ്ടികളെ വിശ്വസിക്കണ്ടാ. നീ അങ്ങോട്ട് ട്രിഗർ വലിക്കടാ. ചാത്ത തുലയിട്ടവൻ വെടികൊണ്ട് ചത്താൽ അവൻ വലിയ ആളാവും. അവൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്കുണ്ടായ അപമാനമൊക്കെ ഇല്ലാതാവോ? ഞാൻ മലമ്പാമ്പ് പോലെയാ. കുറേശ്ശെ വേണം അവനെ വിഴുങ്ങാൻ. എന്റെ മോൻ നല്ല രീതിയിൽ തിരിച്ചു വന്നതിന് നേർച്ചയ്ക്ക് വെച്ചിരുന്ന കോഴിയല്ലേ നീ ബിരിയാണിയാക്കിയത്? നിന്റെ അമ്മയല്ലേ? അതെ സർ. നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കല്ലേ. ചിക്കും കൂടെ അടിച്ച് ചത്തുപോകൂടി. വായിലും മണ്ണിടാൻ വേണ്ടിട്ട് നിന്റെ കുടുംബത്തിലുള്ള എല്ലാ തെണ്ടികൾക്കും ഡെങ്കു. എന്താ ഇവിടെ സംഭവിക്കുന്ന? ഇതാ സരവണനമ്മേ, ഈ സ്ത്രീ ശരിയല്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കോഴി തിരിച്ചു കിട്ടില്ല. ആ ഒന്നിന് വരെ ഞാൻ 2 വാങ്ങിച്ചു തരാം. സ്ഥലം വിടാൻ നോക്കാം. ഞാൻ നേർച്ചയ്ക്ക് വെച്ചിരുന്ന അതേ കോഴി തന്നെ വേണം എനിക്ക് ഇപ്പൊ തന്നെ. നീ പോലീസിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണം. നിനക്ക് അരക്കലാണെങ്കിൽ നീ വന്ന് പേടിപ്പിച്ച ഞാൻ പേടിക്കുന്ന പറ്റിയ പോലീസ് കുറെ നേരമല്ല ചെലക്കണ. ഞാൻ കാണാത്ത പോലീസാണ്. നീ പോലീസാന്ന് വെച്ചാൽ ഞാൻ തൊഴുതു നിക്കണോ? മറ്റവള് തന്നെയാ പോലീസ് എന്ന് പറഞ്ഞാൽ നീയൊക്കെ വിചാരിക്കുന്നതിനെക്കാളും കൂടുതലാ. നീയൊക്കെ രാത്രി ഫാൻ ഇട്ട് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഊണും ഉറക്കം ഇല്ലാതെ രാത്രി റോഡിൽ കാവൽ നിൽക്കല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നിന്നെക്കാളും കൂടുതലാ. മനസ്സിലായോ? നിന്റെ കെട്ടിയവൻ രാത്രി വെള്ളം ഒഴിച്ച് ബൈക്കിൽ എവിടെയെങ്കിലും വീണ് കിടക്കാതിരിക്കാൻ അവനെ റോഡിൽ നിർത്തി വായു ഊതിപ്പിച്ച് ചെക്ക് ചെയ്ത് സുരക്ഷിതമായി വീട്ടിലയച്ച് വെക്കുന്നില്ലേ ഞങ്ങളൊക്കെ കൂടുതൽ തന്നെയാ. മനസ്സിലായോ? ഇങ്ങോട്ട് വാ. വരാൻ. നിങ്ങളുടെ മോളാ അത്? വയസ്സെത്രയായി? 10 വയസ്സ്. ഇന്ന് കുട്ടിയാ. നാളെ ഇതിന്റെ കല്യാണം കഴിയും. ഇവളുടെ കല്യാണ സമയത്ത് ആരെല്ലാം നോക്കി നടത്തും? നിന്റെ തൊട്ടപ്പുറത്തുള്ള ഇവളല്ലേ എല്ലാം ചെയ്യേണ്ടത്. നീ ഇങ്ങനെ വഴക്കൂടി അവൾ എങ്ങനെ വരും? ഏത് മോന്തയും വെച്ച് നീ അവളെ പോയി വിളിക്കും? ഇതൊക്കെ ഒരു ജീവിതമാ? നിങ്ങളുടെ മോനൊരു ആലോചന വരുമ്പോ പെണ്ണു വീട്ടുകാരെല്ലാം അയൽവക്കത്ത് അന്വേഷിക്കില്ലേ? നിങ്ങളുടെ മകനെ പറ്റി അവരില്ലാത്തതെല്ലാം പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കുമോ? അപ്പൊ എന്റെ കോഴിയെ കട്ടവള വെറുതെ വിടാൻ പറയാ? അതിനു വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്രയും പേര് യൂണിഫോം ഇട്ട് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കോഴിയെ കണ്ടില്ലെങ്കിൽ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും. കോഴിക്കൊക്കെ കംപ്ലൈന്റ് കൊടുക്കാനോ? കോഴിക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിലെ ബക്കറ്റ് കാണാതെ പോയാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അത് കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ജോലിയാ. മനസ്സിലായോ? അത് കണ്ടുപിടിച്ച് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയി എന്റെ മേലെ ഒരു കേസ് കൊടുക്കാം. മനസ്സിലായോ? ശിവ, ഈ പ്രശ്നത്തിന് എന്റെ സ്റ്റൈലിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിന്റെ സ്റ്റൈലിൽ സോൾവ് ചെയ്യാൻ നോക്കി പ്രശ്നത്തിനെ വലുതാക്കി. എന്റെ മോ, അഡ്രസ് മനസ്സിലായോ? നിന്റെ മനസ്സിൽ ഞാനില്ലെന്ന്. ആ ചേച്ചി കല്ലൊക്കെ എടുത്ത് പോന്ന് പേടിച്ചു പോയി സാർ. 2 ദിവസമായിട്ടുണ്ടാവൂ. അയ്യപ്പാ, നീ പറയുന്ന ഒരു കാര്യവും നടക്കുന്നില്ലടാ. പോയി കുളിച്ച് വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അങ്ങനെങ്കിലും ചെയ്യും. ആദ്യം നിങ്ങൾ ഉറങ്ങാതെ പോയി ആ ഫ്ലാഷ് ന്യൂസ് ഒന്ന് കാണുക. 3 കൗമാരക്കാരാൽ ട്രെയിനിൽ വെച്ച് ഇൻസ്പെക്ടർ മുരുകവേൽ കുത്തേറ്റ് മരിച്ചു. അവൻ സ്റ്റഡി ആയി നിൽക്കുന്നത് കണ്ടോ? അവന്റെ BP നോർമലാ. ഇപ്പൊ ലോവാക്കി അവനെ ഓഫ് ചെയ്യുന്നു. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അനിയന്റെ വയസ്സാ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ അനിയന്റെ ഓർമ്മയാ വരുന്നത്. ഇനി എന്റെ സാറെന്ന് വിളിക്കണ്ട, അണ്ണെന്ന് വിളിച്ചാൽ മതി. ശരിയാണ്. നമ്മുടെ രവി മരിക്കുന്നതിന് മുമ്പ് അവസാനം എന്താ ഏട്ടാ പറഞ്ഞേ? പൊതുവെ എല്ലാവർക്കും നോവുമ്പോ അമ്മ എന്നാ വിളിക്കാറ്. എന്നാൽ എൻ്റെ അനിയൻ ഞാൻ ഷൂട്ട് ചെയ്തപ്പോ അണ്ണെന്ന് വിളിച്ച്. അവൻ അമ്മയും അച്ഛനും എല്ലാം ഞാൻ. ആളുകൾ സാറിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത് പെട്ടെന്ന് സാർ അലേർട്ടേ. സ്ലോ ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാ? സ്ലോ ആയിട്ട് പോകുന്നത് സാർ, BP കുറയുന്നു സാർ. ആരോ നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ടെന്ന്. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പിള്ളേരുടെ സേഫ്റ്റിയാണ് പ്രധാനം. പിള്ളേർ എവിടെയാന്ന് പോയി നോക്ക്. കയ്യിൽ കണ്ണുണ്ടോ? ഇല്ല, ഞാൻ കൊണ്ടുവന്നില്ല സാർ.
സർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത് അമ്മമ്മ പറഞ്ഞതാ. സർ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ടാ. എനിക്കൊരു മെഡിസിൻ കേസ് തന്ന് എന്റെ BP കുറച്ച് എന്നെ നോർമലാക്കി എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. മെഡിസിൻ കേസാ? സോറി സർ. ഒരു പെണ്ണ് ഒരുത്തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിസ് ചെയ്യണമെങ്കിൽ അതിന് എന്താ അർത്ഥം? അവൾ അവന്റെ ലവർ ആണെന്ന്. നിങ്ങളുടെ സ്ഥാനത്ത് രാജനേട്ടനായിരുന്നെങ്കിൽ ഉപ്പുവെള്ളം എടുത്ത് മോന്തെ കൊഴിച്ചേനെ. അതെ, ഇതുപോലെ എമർജൻസിക്ക് ഒരാളെ കിസ് ചെയ്ത് അയാളുടെ ജീവൻ രക്ഷിക്കുന്നൊന്നും ലവ് ആവില്ല, മനസ്സിലായോ? ഡോ, ഇയാൾക്ക് ഉറപ്പായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഓ മനസ്സിലായി. ഞാനൊരു സുന്ദരിയാണ്, ഇയാള് അത്രക്കില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ് റോഡിൽ പോകുമ്പോ കാണുന്നവരൊക്കെ ഇതെന്താടാ കൊരങ്ങന്റെ കയ്യിൽ പൂമാലാന്ന്, അല്ല അങ്ങനെയൊക്കെ പറയുന്നുള്ള പേടിയല്ലേ? മനസ്സിലായി. അതെ, നോക്ക്, ഞാൻ പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. പറയൂ. നീ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു ഓക്കെ ടൈപ്പ് തന്നെ, മനസ്സിലായോ? കോൺഫിഡൻസ് നല്ലതാ, പക്ഷെ ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല, അത് ശരീരത്തിന് നല്ലതല്ല. ഗണ്ണുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ കൊന്നേനെ. എന്തോന്നാ നീ പറഞ്ഞത്? നീ പറഞ്ഞു വിട്ട സ്കൂൾ പയ്യന്മാരങ്ങ് എന്തോ ഉണ്ടാക്കുമെന്ന്. സമയം ഇപ്പോ 9 പോവാടാ. എന്റെ പഴയ കൂട്ടുകാരെ MLAക്ക് ഒരു സംശയം, നീ എനിക്ക് തന്നെ ഉണ്ടായതാണോന്ന്. അത് കേട്ടപ്പോ എന്റെ ചങ്ക് പടഞ്ഞടാ. വെള്ളം കോരി കളമുടച്ച് ഡും 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 ഡും. എന്റെ മോൻ പെണ്ണനായി ഡും 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 ഡും. നീയൊക്കെ ഒരാണാണോടാ? ചേട്ടോ, ചേട്ടൻ കഴിക്കേ. അച്ഛൻ എന്തെങ്കിലും വെള്ളം അടിച്ച് പറഞ്ഞോന്ന് വെച്ച് ചേട്ടൻ പെണ്ണെന്നൊന്നും അല്ലതേ. അച്ഛന്റെ വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ പിള്ളേർ അവന്റെ വീട്ടിലേക്ക് അയച്ച് അവനെ തട്ടി എന്നുള്ള കാര്യം അറിയുമ്പോ സന്തോഷിക്കുന്നേ. വിഷമിക്കണ്ട ഏട്ടാ, ചേട്ടൻ കഴിക്കേ. എന്താടി വറക്കാൻ വെച്ചിരുന്ന മീനെ കൂട്ടാനിട്ടതിന് പുലമ്പിക്കൊണ്ടിരിക്കുക? എന്തിനാ അമ്മയെ കളിയാക്കുന്ന? ആ ഇൻസ്പെക്ടർ ഇല്ലേ, അയാളെ ഞാൻ ശരിക്കും ലവ് ചെയ്യുന്നില്ല. എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ ഒരു ചർച്ച? 2 പെണ്ണുങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രശ്നത്തിലേ പോയി തീരുള്ളൂ. നിന്റെ പ്രേമത്തിന്റെ കാര്യം ഞാൻ കർത്താവിനോട് പറയാം, അദ്ദേഹം എല്ലാം തീർത്ത് വയ്ക്കാം. എവിടുന്നാ അമ്മ ഇയാളെ പിടിച്ചത്? എടാ, അടുത്ത് ഒരു ദോശ കൂടെ ഉണ്ട്, എഴുന്നേക്കല്ലേ, ഇരിക്കേ. ഇന്നടാ ഹാഫ് ബോയിൽഡ് ഇങ്ങനെയാണോ കഴിക്കേണ്ടത്? രവിയുടെ കാര്യം ഓർമ്മ വന്നതാ. ചേട്ടാ, അവിടെ ദോശ കരിഞ്ഞെന്ന് തോന്നുന്നു. ശരി, കഴിക്കേ. എടാ മച്ചു, വേണ്ടടാ, അണ്ണനൊന്നും ചെയ്യണ്ട. കാണുമ്പോ പാവം തോന്നടാ മച്ചാ. നമുക്ക് അവരുടെ കൂടെ ചേർന്ന് ഫ്രണ്ട്സ് ഓഫ് പോലീസ് ആവടാ. നമുക്ക് എന്തിനാ മച്ചാ ഇതൊക്കെ? നമുക്കിതൊക്കെ നിർത്തടാ. കഴിക്കുന്നതിനിടയിൽ എന്താ സംസാരം? ഒന്നുമില്ല. ശരി ശരി, നന്നായിട്ട് കഴിക്കും. എന്തോ സെന്റിമെന്റ്സാ, കഴിക്കടാ. ഇതിനു മുമ്പത്തെ ഓണത്തിന് എന്റെ അനിയൻ വരുമെന്ന് വിചാരിച്ച് അവന് വേണ്ടി മേടിച്ചു വെച്ചതാ. ഇത് നീ എടുത്തോ. ഇത് വിഷുവിന്റെ സമയത്ത് മേടിച്ചതാ. ഇതും അവന് വേണ്ടിയാ. ഇത് നീ എടുത്തോ. ഇതവന്റെ പിറന്നാളിന്. ഇത് നിങ്ങളിട്ടാൽ എന്റെ അനിയൻ രവി ഇട്ടതുപോലെ. എടാ മച്ചു, അവരൊന്നും ചെയ്യണ്ടടാ. അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കടാ. ശരിടാ. അവരൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് സത്യം ചെയ്യടാ. ഈ സമയത്ത് ഞാൻ വീട്ടിൽ കയറി എന്റെ അച്ഛൻ വെറുതെ ഒച്ച എടുക്കും. ഞാൻ ശരണ വീട്ടിൽ കിടന്നോളാം, നീ പൊക്കോ. ശരി മച്ചു, അപ്പൊ ശ്രദ്ധിച്ചു പോ. ആ, ആ. ബൈ ടാ.